ഒരു മെഡിക്കൽ കോളേജിൽ ഒരു അപകടം നടക്കുമ്പോഴെങ്കിലും, അപകടം നടന്നാലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണമല്ലോ. പക്ഷെ അപകടം നടന്നതിന് ശേഷവും അങ്ങനെ ഒരു അപകടം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ചെറിയൊരു കാര്യമാണെന്ന് വരുത്തി തീർക്കുകയും രക്ഷാപ്രവർത്തനം വൈകുകയും ചെയ്തു എന്നുള്ളത് വളരെ വളരെ ഷോക്കിംഗ് ആണ്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. ഞങ്ങള് ഇന്ന് അതിന്റെ ഒരു ആവശ്യം ആ കുടുംബത്തിന് വേണ്ടി ഞാൻ ആവശ്യം പറയാൻ വന്നപ്പോൾ അത് എന്നെ തള്ളി മാറ്റി. ഇനി ഇത് ആവർത്തിക്കരുത്. അവിടെയുള്ളവരെ തള്ളി മാറ്റി. ഇന്ന് സർക്കാരിന്റെ ഒരു നിലപാട് വ്യക്തമാക്കുന്ന പോലീസ് നയം കൂടി ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. We are living in a very cruel society. ഞങ്ങൾക്കൊരു അക്രമവും വേണ്ട, ഞങ്ങൾക്കൊരു തർക്കവുമില്ല. ഞാനിപ്പം സംസാരിക്കാനിരിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയെ എന്തോ കരിങ്കൊടി കാണിച്ചെന്നും പറഞ്ഞ് പുതുപ്പള്ളി പള്ളി പോലീസ് കയറിയെന്ന് പറഞ്ഞാൽ ഇത് വളരെ എന്താ പറയുക, ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ്, സംസ്ഥാനത്തിന്റെ അവസ്ഥ എന്താണെന്ന് ഞങ്ങളെ പിടിച്ചു കുലുക്കുന്ന ഒരു കാര്യമാണ്. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. അടിയന്തരമായി നടപടി ഉണ്ടാവണം. അടിയന്തരമായി ഒരാളെ പോലും ആ സ്ഥാനത്ത് വെച്ചേക്കരുത്. 100% ഞാൻ യോജിക്കുന്നു. ആ സ്ഥാനത്തിരിക്കുവാൻ ആ വ്യക്തി യോഗ്യനല്ല. അതുകൊണ്ട് അടിയന്തരമായി ആ ഓഫീസർമാരെ അടിയന്തരമായി ഇന്ന് രാത്രിക്കുള്ളിൽ അവരെ മാറ്റണം. എന്താണ് പിന്നെ സർക്കാർ എന്തിനാ ഇവിടെ മന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ അവിടെ ഇരിക്കാൻ പാടില്ല. എന്റെ മുമ്പ് തൂങ്ങിച്ചാൽ ഇതിനേക്കാൾ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല, നടക്കില്ല. ഒരു ഡോക്ടർ കുറെ സത്യം പറഞ്ഞതിന് അദ്ദേഹത്തെ ക്രൂശിക്കുന്നത് കണ്ടു. ഇന്ന് ഞങ്ങൾ ഈ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഞങ്ങളുടെ നേരെ കുതിര കയറിയിട്ട് കാര്യമില്ല. കാര്യങ്ങൾ അന്വേഷിച്ച് തീരുമാനിക്കുവാൻ ഉദ്യോഗസ്ഥരാണ് തെറ്റിദ്ധരിപ്പിച്ചെങ്കിൽ ഉദ്യോഗസ്ഥർ, അതല്ല ഇത് എല്ലാ ഉദ്യോഗസ്ഥരുടെ മേൽ ചാരി രക്ഷപ്പെടാൻ സർക്കാരും കരുതണ്ട. സർക്കാർ അന്വേഷിക്കുവാൻ, മന്ത്രിക്ക് അന്വേഷിക്കാനുള്ള ബാധ്യത കൂടിയില്ലേ? ഇതൊരു നടക്ക് പോണ മാതിരില്ല. ആലപ്പുഴയിലെ രണ്ടാമത് മെഡിക്കൽ കോളേജിൽ പാവപ്പെട്ട അമ്മയും കുഞ്ഞും മരിച്ചു. ഉത്തരവാദിത്തം ഏറ്റെടുത്തോ, രാജിവെച്ചോ? എന്നിട്ട് ഇന്നലെ ബോധക്ഷയം ഉണ്ടായിരിക്കുകയാണ്. കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടിയാണ് വീണയ്ക്ക് ഒരമ്മയുടെ ഹൃദയമുണ്ടായിരുന്നുവെങ്കിൽ ഇന്നലെ രാജിവെക്കുമായിരുന്നു. എന്നിട്ട് പറയും ഇത് നല്ലോണം നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നവർക്ക് ഈ പണി ഏൽപ്പിച്ചു കൊടുക്കാൻ പറയുമായിരുന്നു. പറഞ്ഞില്ല. ഇത് വല്ല ഇടങ്ങേറായല്ല. പറഞ്ഞു എനിക്കൊരു കാര്യം പറയണം. ആ കാര്യം പറയാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് പോലീസ് ഗുണ്ടകളെ പോലെയാണ് പെരുമാറുന്നത്. ഇവിടുത്തെ CI അടക്കം ഒരു ഗുണ്ടയുടെ കൂട്ടാണ് പെരുമാറിയത്. എന്നെ എങ്ങനെയെങ്കിലും ഈ പൂട്ടിന്നൊന്ന് രക്ഷിക്കണം. കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിന്റെയും കാര്യമാണ്. കേരളത്തിലെ എല്ലാവർക്കും വേണ്ടിയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഇനി കേരള സമൂഹത്തിന് വേണ്ടിയാണ് ഇരിക്കുന്നത്.